അവൾക്ക് അത്രയൊക്കെ വേണ്ടൂ. അംഗീകരിക്കപ്പെടുന്നു എന്നൊരറിവ് മതി. അവൾ അന്തസ്സോടെ ജീവിക്കും. കൂടെ ഉണ്ട് എന്നുള്ളൊരു വാക്ക് മതി. ബാക്കിയെല്ലാം ഭംഗിയിൽ പൂർത്തിയാക്കും. സാരല്ലട്ടോ എന്നൊരു സാന്ത്വനത്തില് അവൾ എത്ര വേദനയും സഹിക്കും. അഭിനന്ദനത്തിന്റെ ഒരു കുഞ്ഞു വാക്ക് മതി. അതിശയിപ്പിക്കുന്ന വിധം അവൾ എന്തിലും മുന്നേറും. മടുക്കാതെ കേൾക്കുന്നവന്റെ മുന്നില് പറഞ്ഞാൽ തീരാത്ത കുട്ടിയായി മാറും. ആദരവും അംഗീകാരവും നൽകുന്നവന് പ്രാണനും പ്രണയവും കൊണ്ടവൾ വിരുന്നൂട്ടും. മാസത്തിലെ 7 ദിവസം തുമ്പപ്പൂ പോലെ വാടി നിൽക്കുമ്പോൾ അവന്റെ നെഞ്ചിൽ കിടന്ന് വാത്സല്യം കുതിക്കും. സ്നേഹം ചൊരിയുന്നൊരു നോട്ടം, ഒരു ഫോൺ കോള്, ഒരു മെസ്സേജ്, അവൾക്കതൊന്നും കുഞ്ഞു കാര്യങ്ങളേ അല്ല. ആനന്ദത്തിന്റെ നിമിഷ വസന്തങ്ങളാണ്. സ്നേഹവും സ്നേഹക്കുറവും അവൾക്ക് വേഗം പിടികിട്ടും. അതിന്റെ കാരണം ഇതാണ്. മനസ്സ് വായിക്കാൻ അവൾക്കൊരു 3-ാം കണ്ണുണ്ട്. ആൺകുട്ടിയുടെ കളിത്തോക്ക് പെൺകുഞ്ഞിന്റെ കയ്യിലെത്തിയാൽ എന്തു ചെയ്യും? അവളതിനെ പാവക്കുട്ടിയാക്കി പാല് കൊടുക്കും. മനുഷ്യനെ അറിയാനുള്ള കനിവിന്റെ കിതാബുണ്ട് ഓരോ പെണ്ണിന്റെയും ഉള്ളിൽ. ആകുന്നത്രയും അവൾ പൊറുക്കുന്നത് അതുകൊണ്ടാണ്, സഹിക്കുന്നതും അതുകൊണ്ടാണ്. പെണ്ണിനെ ആദരിക്കുന്നവനെ മഹത്വമുള്ളവൻ എന്നാണ് തിരുനബി വിളിച്ചത്. കുടുംബത്തിലും അവൾക്ക് അതാണ് വേണ്ടത്. ജിബ്രാന്റെ ഉപമ പോലെ ഒരേ കെട്ടിടം താങ്ങുന്ന 2 തൂണുകൾ. ഒരാൾ മറ്റേയാളെ ഭരിക്കുന്നില്ല. രണ്ടാളും ഒന്നിച്ച് ഭംഗിയായി ഒരേ ഭാരം വഹിക്കുന്നു. പരസ്പരമുള്ള ആദരവില് മനസ്സും കുടുംബവും സ്വസ്ഥമാകുന്നു. നമ്മള് അവളെ വേദനിപ്പിച്ചാലും അവള് നമ്മളെ വേദനിപ്പിച്ചാലും അവളാണ് കരയുക, അല്ലേ? കരയാതെ കാത്തുവെക്കാം. കണ്ണീര് കൊണ്ട് അവളുടെ കൺമഷി മായാതെ.